പ്രൈസ് ഗോഡ്, ആവേ മരിയ. നമ്മളെല്ലാവരും ഈശോയോട് കൂടുതൽ അടുക്കണമെന്നും ഒരുപാട് ആത്മീയ അനുഭവങ്ങളിൽ ആഴപ്പെടണമെന്നും ആഗ്രഹിക്കുന്ന വ്യക്തികളാണല്ലോ. അപ്പം ഞാനൊരു കൊച്ചു പ്രാർത്ഥന, അതായത് നമ്മൾ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നമ്മുടെ ഓരോ ശ്വാസോച്ഛ്വാസത്തിലും നമ്മൾ ഉരുവിടേണ്ട ഒരു കൊച്ചു പ്രാർത്ഥന ഞാൻ പറഞ്ഞു തരുവാണേ. അതായത് വെനി സാങ്ക്ടെ സ്പിരിറ്റസ് കം ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ വരണമേ. അതായത് ഈശോ നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഒരു സഹായകനെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്, പരിശുദ്ധാത്മാവ്. എനിക്കിതിനെപ്പറ്റി വലിയ ഡെപ്ത് ആയിട്ടുള്ള നോളജ് ഒന്നുമില്ലായിരുന്നു. പക്ഷെ ഞാൻ റീസെൻ്റായിട്ട് ധന്യയായ ജോസഫ ഹെൻറീന സ്റ്റാൻമാൻസ് എന്ന് പറയുന്ന ഒരു വ്യക്തിനെ പറ്റി കേൾക്കാനിടയായി. അപ്പം ഈ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വ്യക്തി വലിയ വലിയ കഥകൾ എഴുതിയിട്ടില്ല, വലിയ വലിയ അത്ഭുതങ്ങൾ ചെയ്തിട്ടില്ല. പക്ഷെ എന്നെ ഈ വ്യക്തിയിലേക്ക് അടുപ്പിച്ച ഒറ്റ കാര്യമുണ്ട്. ആത്മീയ അനുഭവങ്ങളിൽ ഒരുപാട് ഡെപ്തുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ഇവരുടെ ഓരോ ശ്വാസോച്ഛ്വാസത്തിലും ഇവർ പരിശുദ്ധാത്മാവേ വരണേ, ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഓരോ സമയത്തും ഈ ഒരു പ്രാർത്ഥന ഇവരുടെ ലൈഫ് ലോങ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ധന്യയായ ജോസഫ് വിശ്വസിച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവാണ് നമ്മളെ ഈശോയിലേക്ക് അടുപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈശോയുടെ കൂടെ നടക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്കുണ്ടല്ലോ പരിശുദ്ധാത്മാവിന് വേണ്ടി ശക്തമായിട്ട് ആഗ്രഹിച്ച് ഈ പ്രാർത്ഥന റിപ്പീറ്റ് ചെയ്യാം. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന്, നമ്മുടെ ആത്മാവിൽ നിന്ന് പരിശുദ്ധാത്മാവേ വരണമേ, കം ഹോളി സ്പിരിറ്റ്. ഈശോ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ.